വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഒന്ന് ഉണ്ടാക്കണം, നിങ്ങളെ കൂടി ഒന്ന് കാണിക്കണമെന്ന്. അപ്പം നമുക്കതിലേക്ക് കിടക്കാം. ആദ്യത്തെ പരിപാടി എന്താ? ചായയാണോ? ചായ നല്ല കടുപ്പം വേണം. സ്ട്രോങ് ആയിരിക്കും. കടുപ്പം വേണം. അതിലേക്ക് കുറച്ച് ഏലക്ക. അപ്പോൾ എല്ലാവരും ഇതിന് ചുറ്റും ഗോതമ്പ് പൊടി കുഴച്ച് മൈദയോ വല്ലതും കുഴച്ച് വളയും വെക്കും. ഈ പാത്രത്തിന് ഇതിന് ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും ആവി വെളിയിൽ പോകാതെ അടഞ്ഞു തന്നെ ഇരിക്കും. ഇതോടൊപ്പം തന്നെ പാലും കൂടെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടറിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടർ എടുത്താൽ മതിയേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരപ്പൊടിയുണ്ട്, അത് ആഡ് ചെയ്യണം. കുറച്ച് മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഏലക്കാപ്പൊടി, ഇനി ഞാൻ ഇതിലേക്ക് പാൽപ്പാടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാൽപ്പാട നന്നായിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ചായയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കപ്പിലോട്ട് ഒഴിക്കാം. ഇറാനി ചായ റെഡി. ഇല്ല, ഇതിലോട്ട് ഇനിയും പാല് ചേർക്കും. നമ്മൾ ഈ കപ്പിലേക്ക് ഈ പാല് ഒഴിക്കാം. നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. അപ്പോൾ ഈ ക്രീം ഇതിലോട്ട് നമുക്ക് അപ്പോൾ ഇത് അടച്ചതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ പണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ 2 എണ്ണത്തിനുള്ള ക്രീമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു, കൂടുതലൊന്നും എടുത്തില്ല. റെഡിയായോ? അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെടുക്കണേ. ആവട്ടെ. അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷേ ഷുഗർ ഉള്ളവർക്കാണ് ഇച്ചിരി പ്രശ്നം. അപ്പോൾ ഞാനിതിനോടൊപ്പം പാൽപ്പാടയും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.